2006 ഒരു മഞ്ഞു മൂടിയ ഡിസംബർ മാസം. ഉത്തർപ്രദേശിലെ നോയിഡയ്ക്കടുത്തുള്ള നിധാരി എന്ന ഗ്രാമത്തിലെ പേപ്പർ ബോയ് തിരക്കിട്ടവന്റെ സൈക്കിളിൽ പായുകയാണ്. മഞ്ഞു മൂടപ്പെട്ട വഴിയൊന്നും ശരിക്ക് കാണുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് സൈക്കിൾ എന്തിലോ ശക്തമായി ചെന്ന് ഇടിച്ചത്. നേരെ ചെന്ന് വീണതാകട്ടെ റോഡിനടുത്തുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു അഴുക്കുചാലിലേക്കും. വീഴ്ചയുടെ ശക്തിയിൽ നിന്നും അവൻ പിടഞ്ഞെണീക്കുന്നതിനിടയിലാണ് ആ കാഴ്ച കാണുന്നത്. തന്റെ രക്തം പോലും മരവിപ്പിക്കുന്ന ആ കാഴ്ച കാണെ ഒന്നൊച്ച വെക്കാൻ പോലും അവൻ മറന്നുപോയി. കണ്ണു മിഴിച്ചുകൊണ്ട് വായ മലർക്കി തുറന്നുകൊണ്ട് ആ രൂക്ഷഗന്ധത്തെ പോലും വകവയ്ക്കാതെ അവൻ സ്തംഭിച്ചു നിന്നു. ഒരു കൂട്ടം അഴുകിയ ശരീരാവശിഷ്ടങ്ങൾ അവന് ചുറ്റും ചിതറിക്കിടക്കുന്നു. അന്ന് നിധാരി എന്ന ഗ്രാമം മുഴുവൻ ഉറക്കമുണർന്നത് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തയോടെയാണ്. ആ ഗ്രാമത്തെ ഇന്നും വേട്ടയാടുന്ന ആ ക്രൂര കൊലപാതക പരമ്പരയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. രാജ്യം ഞെട്ടിയ കൂട്ടക്കൊലയുടെ ചുരുളഴിയുകയായിരുന്നു അന്നവിടെ. 17ഓളം കുട്ടികളുടെ അസ്ഥികൂടമാണ് ഇവിടെ നിന്നും വന്ന് പോലീസ് കണ്ടെടുത്തത്. അന്വേഷണത്തിൽ പ്രതികൾ മൃതദേഹങ്ങളോട് പോലും ലൈംഗിക അതിക്രമം നടത്തിയതായും ആ മൃതദേഹാവശിഷ്ടങ്ങൾ ഭക്ഷിച്ചതായും വരെ തെളിഞ്ഞു. അത്രത്തോളം ഭീകരമായിരുന്നു നിധാരി കൂട്ടക്കൊല സംഭവം. നേരെ വിഷയത്തിലേക്ക് പോകാം. നിധാരി ഗ്രാമത്തിൽ കുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങൾ പതിവ് കാഴ്ചയായിരുന്നു. 8നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് കാണാതാകുന്നത്. 2005 സംഭവം. പക്ഷേ കുട്ടികളുടെ മാതാപിതാക്കൾ പരാതിയും കൊണ്ട് അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ അതിന് പോലീസ് വേണ്ട വിധത്തിൽ പരിഗണിച്ചതേയില്ല. അവർ ഈ കാണാതാവലിനെയൊക്കെ പതിവ് പോലെ ഒളിച്ചോടലാക്കി വ്യാഖ്യാനിച്ച് ഒതുക്കി വിട്ടു. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ഗ്രാമത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കാണാതായവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിധാരി പോലീസ് സ്റ്റേഷനിൽ പരാതികളും കൂടി എന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായില്ല. 19ഓളം കുട്ടികളെയാണ് പല തവണയായി കാണാതായത്. അങ്ങനെ നാളുകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. 2006 ഒക്ടോബറിൽ 26കാരിയെ കാണാതായതോടെയാണ് കേസിൽ വഴിത്തിരിവ് സംഭവിക്കുന്നത്. പാന്തർ ബംഗ്ലാവിലേക്ക് പോയ മകളെ കാണാനില്ലെന്നായിരുന്നു യുവതിയുടെ പിതാവിന്റെ മൊഴി. യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വിരൽ ചൂണ്ടിയത് ഇതേ സ്ഥലത്തേക്ക് തന്നെ. ഒടുവിൽ 2006 ഡിസംബർ 29-ന് 17 തലയോട്ടികളും മൃതദേഹാവശിഷ്ടങ്ങളും പാന്തേഴ്സ് ബംഗ്ലാവിന്റെ പിറകുവശത്ത് നിന്ന് കണ്ടെത്തിയതോടെ യുവതിക്ക് മാത്രമല്ല കാണാതായ മറ്റുള്ളവർക്കും എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയായിരുന്നു. പാന്തേഴ്സ് ബംഗ്ലാവിന്റെ പുറകുവശത്തെ അഴുക്കുചാലിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ സകലതും കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് സഞ്ചികളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മിക്കവയും ഉണ്ടായിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പാന്തേഴ്സ് ബംഗ്ലാവിന്റെ ഉടമസ്ഥനായ മുനീന്ദർ സിംഗ് പാന്തർ, വീട്ടുജോലിക്കാരനായ സുരേന്ദ്ര കോലി എന്നിവരെ കേസിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യം സുരേന്ദ്ര കോലിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റസമ്മതം നടത്തിയ ഇയാൾ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി അഴുക്കുചാലിൽ കളഞ്ഞുവെന്ന് മൊഴി നൽകി. തുടരന്വേഷണത്തിലാണ് മുനീന്ദർ സിംഗിനും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത്. കാണാതായ മുഴുവൻ കുട്ടികളുടെ ചിത്രങ്ങളുമായി മരിച്ച കുട്ടികളുടെ മാതാപിതാക്കളടക്കം മുനീന്ദർ സിംഗിന്റെ വീടിന് മുമ്പിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അന്ന് ഉയർത്തിയത്. യുദ്ധസമാനമായിരുന്നു അന്നത്തെ നിധാരി ഗ്രാമത്തിലെ സ്ഥിതി. എങ്ങനെ പ്രതികരിക്കാതിരിക്കുമല്ലേ? ആ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അത്രത്തോളം ക്രൂരമായിട്ടാണ് ആ നരാധമന്മാർ പിച്ചു ചീന്തിയത്. എന്നിട്ട് ആ മൃതദേഹത്തിനെ പോലും വെറുതെ വിടാതെ അതിനെ പോലും അവർ മൃഗീയമായി ക്രൂശിച്ചു. അവയവ വ്യാപാരത്തിന് വേണ്ടിയായിരുന്നു ഈ അരുംകൊല എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. കാരണം അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഒന്നിൽ പോലും തലയും കൈകാലുകളും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ശരീരഭാഗങ്ങൾ എവിടെയാണെന്നോ അതെല്ലാം എന്തിനു ഉപയോഗിച്ചുവെന്നോ ഇനിയും വ്യക്തവുമല്ല. ഈ കുട്ടികളെല്ലാം മിഠായിയും ചോക്ലേറ്റും നൽകി വീട്ടിലേക്ക് കൊണ്ടുവന്ന സുരേന്ദ്ര കോലി ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുട്ടികളുടെ മൃതദേഹങ്ങളോട് പോലും ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയതായും ആ മൃതദേഹാവശിഷ്ടങ്ങൾ ഭക്ഷിച്ചതായും വരെ പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കൃത്യം നടത്തിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങളും അസ്ഥികളും വെട്ടി കഷ്ണങ്ങളാക്കി നുറുക്കി പ്ലാസ്റ്റിക് സഞ്ചികളിൽ പൊതിഞ്ഞ് വീടിന് പിറകിലെ കുഴിയിലേക്ക് ഉപേക്ഷിക്കുമായിരുന്നു. നാടിനെ നടുക്കിയ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഉത്തർപ്രദേശ് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രദേശവാസികൾ തൃപ്തരല്ലായിരുന്നു. സംഭവത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പ്രദേശവാസികൾ പോലീസുകാർക്കെതിരെ കല്ലേറും നടത്തി. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ അന്നത്തെ മുലായം സിംഗ് യാദവ് സർക്കാർ 3 മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥയായിരുന്നു കേന്ദ്ര പാനലും കണ്ടെത്തിയത്.
അതേ വർഷം തന്നെ UP സർക്കാർ കേസ് CBIക്ക് കൈമാറാനും തീരുമാനിച്ചു. 2009 ഗാസിയാബാദിലെ ഒരു പ്രത്യേക കോടതി 14-കാരിയായ റിംബ ഹൽദാറിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പാന്തറും കോലിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു. കോടതി സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. 5 വ്യത്യസ്ത കേസുകളിലായി കോലിക്ക് 5 വധശിക്ഷ വിധിച്ചു. സംഭവത്തിൽ കോലി ദയാഹർജി നൽകി. എന്നാൽ ദയാഹർജി രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി തള്ളുകയും ചെയ്തു. 2014 സെപ്റ്റംബർ 12-ന് കോലിയെ തൂക്കിലേറ്റേണ്ടതായിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസ് HL ദത്തു സെപ്റ്റംബർ 8-ന് കൃത്യം പുലർച്ചെ 1:30-ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കോലിയുടെ അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് നൽകിയ പുനഃപരിശോധന ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത്. തൊട്ടടുത്ത മാസം തന്നെ വധശിക്ഷ സുപ്രീം കോടതി ശരിവയ്ക്കുകയായിരുന്നു. എന്നാൽ 2015-ൽ അലഹബാദ് ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം 2019-ൽ വീണ്ടും മറ്റൊരു കേസിൽ വധശിക്ഷ വിധിക്കുന്നു. അങ്ങനെ ആകെ 13 കേസുകളിൽ കോലി ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ ഒടുവിൽ 12 കേസുകളിലും ഹൈക്കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ധനികനായ പഞ്ചാബി വ്യവസായിയായിരുന്നു മുനീന്ദർ സിംഗ്. ഒന്ന് ഓർത്തു നോക്കണേ, ഇത്രത്തോളം മൃഗീയമായി കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ നീതി. എന്തായാലും ഈ വിധിയിൽ നിങ്ങൾ സംതൃപ്തരാണോ? പറയൂ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടും ഇതിനുള്ള ഉത്തരം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.